നോക്കാം. യോവേൽ പ്രവാചക പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിച്ചോ. അങ്ങനെ യഹോവ തന്റെ ജനത്തിനു വേണ്ടി എന്ത് ചെയ്തു? തീഷ്ണത കാണിച്ചു. നമ്മൾ കുറച്ച് ആഴ്ചകളായി ഒരു വിഷയം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. തീഷ്ണവാനായ ക്രിസ്തു. സ്തോത്രം. തീഷ്ണവാനായ യഹോവ. അത് തീഷ്ണവാനായ ക്രിസ്തു എന്ന് പറയാനുള്ളതിൻ്റെ കാരണം യഹോവ എന്ന വാക്കൊക്കെ അപഗ്രഥിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. തീഷ്ണവാൻ. ദൈവത്തിൻ്റെ തീഷ്ണത എന്തിനു വേണ്ടി വെളിപ്പെട്ടു? 19-ാമത്തെ വാക്യം, തൻ്റെ ജനത്തെ ആദരിപ്പാൻ വേണ്ടി. തൻ്റെ ജനത്തെ ആദരിക്കാൻ. തൻ്റെ ജനത്തെ ഏത് വിധം ദൈവം ആദരിക്കും? തീഷ്ണവാനായ യഹോവ എന്നുള്ളത് 5 പ്രധാനപ്പെട്ട പോയിന്റുകളിൽ 1-ാമത്തെ പോയിന്റിലാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 1, തൻ്റെ ജനത്തെ ആദരിക്കാൻ ദൈവം തീഷ്ണത കാണിക്കുന്നു. ദൈവം ഏത് വിധം ആദരിക്കും? ദൈവം തീഷ്ണവാനായി എഴുന്നേൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ധ്യാനിക്കുകയുണ്ടായി. 1, ദൈവം തൃപ്തി നൽകും. സ്തോത്രം. ദൈവം എന്ത് ചെയ്യും? തൃപ്തി നൽകും. എവിടെയാ വാക്യം? 19-ാം വാക്യത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ, അവർ തൃപ്തി പ്രാപിക്കും. ദൈവം തൻ്റെ ജനത്തെ ആദരിക്കും. എങ്ങനെ ആദരിക്കും? 2-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരുന്ന ആ ഒരു ജീവിയുടെ വളർച്ചയുടെ 4 സ്റ്റേജുകളാണ്. ചിത്രശലഭത്തിന് പുഴുവായിരിക്കുന്ന ഒരു സ്റ്റേജ് ഉള്ളതുപോലെ വളർച്ചയുടെ 4 സ്റ്റേജുകൾ. വെട്ടിക്കിളി എന്താണ്? വെട്ടിക്കിളികളെ കുറിച്ചൊക്കെ നമ്മൾ അല്പമായി ചിന്തിച്ചിരുന്നു. ഈ വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? അവിടെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമുണ്ട്. വെട്ടിക്കിളിയും പച്ചപ്പുഴുവും വിട്ടിലും തിന്ന് കളഞ്ഞ സമ്മത്സരങ്ങൾ. തിന്നു കളഞ്ഞു പോട്ടെ. ആ കാലത്തെ വിട്ടുകളായെന്നല്ല, ദൈവം അതിനും കൂടെ ചേർത്തി എന്ത് ചെയ്യും? ദൈവം ആദരിക്കുന്ന സമയത്ത് വെട്ടിക്കിളിയും പച്ചപ്പുഴവും വിട്ടിലും തിന്നു കളഞ്ഞ സമ്മത്സരവും കൂടെ ചേർത്തി. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ കാലത്തിൽ എന്തൊക്കെ നഷ്ടം വന്നോ അതും കൂടെ ചേർത്തി ദൈവം ആദരിക്കുന്ന ദൈവമാണ്. നെക്സ്റ്റ്, ദൈവം എങ്ങനെ ആദരിക്കും? 28-ാമത്തെ വാക്യം, അതിൻ്റെ ശേഷമോ എന്ന് കാണുന്നു. അതിൻ്റെ ശേഷമോ. ഈ ഭാഗം ഒരു അടയാളം വെച്ചുകൊണ്ട് തന്നെ ഇവിടേക്ക് നമുക്ക് തിരിച്ചു വരണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വാക്യം പൊതുവിൽ വായിച്ചാലും, അതുകൊണ്ട് 2-ാമത്തെ അധ്യായം 26-ാം വാക്യം വായിച്ചു. ഉം 16-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ക്ഷമിക്കുക, 16-ാമത്തെ വാക്യം. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അപ്പോൾ യോവേൽ പ്രവചനത്തിൽ അരുളി ചെയ്തതിന്റെ ഉദ്ധരണി വൈദ്യനായ ലൂക്കോസ് പുതിയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥം എഴുതുമ്പോൾ
പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തമായ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. എന്നിട്ട് അടുത്ത വാക്ക് അതിന്റെ ശേഷമോ എന്നാണ് യോവേൽ പ്രവചനത്തിൽ കാണുന്നത്. എന്നാൽ ഇവിടെ കാണുന്നത് അന്ത്യകാലത്ത് എന്നാണ്. സ്തോത്രം. അന്ത്യകാലത്ത്. മൂലഭാഷയിൽ ആ പ്രയോഗമുണ്ട്, അന്ത്യകാലത്ത് എന്നുള്ളത് തന്നെയാണ്. അന്ത്യകാലത്ത്. അന്ത്യകാലത്തിന്റെ ആരംഭം സുപ്രസാദകാലത്തിന്റെ ആരംഭത്തിൽ തന്നെയാണ്. അന്ത്യകാലത്തിന്റെ ആരംഭം. അന്ത്യകാലം എന്ന് ആരംഭിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ വാക്യം മുതലാണ്. പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗത്തിനകത്ത് അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ എന്ത് ചെയ്യും? പകരും. അന്ത്യകാലത്തിന്റെ ആരംഭം അപ്പോസ്തല പ്രവൃത്തി 2 പരിശുദ്ധാത്മാവിൻ എന്ന ദാനം സഭയ്ക്ക് ലഭിക്കുന്ന സമയം മുതൽ അന്ത്യകാലം ആരംഭിച്ചു. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ഏത് കാലത്താണ്? അന്ത്യകാലത്താണ്. അപ്പോൾ തൻ്റെ ജനത്തെ എങ്ങനെ ദൈവം ആദരിക്കും? യോവേൽ പ്രവചനം തന്നെ ഒന്ന് എടുത്താട്ടെ. ഈ ഭാഗം അടയാളം വെച്ചുകൊണ്ട് തൻ്റെ യോവേൽ പ്രവചനം അതിൻ്റെ 32-ാമത്തെ വാക്യം 2-ാം അധ്യായം വായിച്ചാലും രക്ഷിക്കപ്പെടും. ഇനി അപ്പോസ്തല പ്രവൃത്തി 2:20 വായിച്ചു. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ. അത് ഒരു പ്രവചന നാളാണ്. അത് തന്നെ പഠിക്കാൻ വിസ്തൃതിയുള്ള പ്രമേയമാണ്. അവിടേക്ക് നമുക്ക് പുറകെ വരാം. വായിച്ചു. വരും മുൻപേ. അടുത്തത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞതാണ്. അപ്പോൾ തൻ്റെ ജനത്തെ ദൈവം എങ്ങനെയാണ് ആദരിക്കുന്നത് എന്നുള്ളതാണ്. അത് മനസ്സിലാകാൻ 2 വാക്യങ്ങൾ കൂടെ ഇതിനോട് ചേർത്തി വരുന്നു. ഇത് പറഞ്ഞിട്ട് യോവേൽ തൊട്ടു താഴെ പറയുന്നത്, അല്ല, പത്രോസ് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 40-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. എന്നിട്ട് 47-ാമത്തെ വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒന്ന് ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. അപ്പൊ തൻ്റെ ജനത്തെ ദൈവം ആദരിച്ചത് എങ്ങനെ? ഒന്ന്, രക്ഷ എന്ന ദാനം നൽകി ആദരിച്ചു. ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാമോ? രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാകയാൽ രക്ഷ, കൃപയാലുള്ള രക്ഷ നൽകി ആദരിച്ചു. ഈ പ്രവചന വാക്യത്തിന് ഡ്യുവൽ ഫേസ് ഉണ്ട്, ദ്വിമുഖമുണ്ട്, ദ്വിമുഖാർത്ഥമുണ്ട് ഇതിന്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കണം: നമ്മുടെ രക്ഷ വ്യക്തിപരമായ രക്ഷയും ഇസ്രയേലിന്റെ രക്ഷ ജാതിപരമായ രക്ഷയാണ്. ചില സമയത്തൊക്കെ പെന്തക്കോസുകാര് അറിയാതെ അവര് പറയുന്ന പല പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് അടിക്കാറുണ്ട്. ഇവർ അബ്രഹാമിൻ്റെ മക്കളാണോ എന്നുള്ളത്, എന്ന് വെച്ചാൽ സാക്ഷാൽ ഇസ്രയേലാണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ജാതിപരമായ രക്ഷ അത് ഇസ്രയേലിനുള്ളതാണ്. ഒന്നും കൂടെ തെളിച്ചു പറയാം. രക്ഷിക്കപ്പെട്ട അപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കൾ, രക്ഷിക്കപ്പെട്ട അപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കൾ, അവർ ജന്മം കൊണ്ട് ഈ രക്ഷയിലൂടെ പിറന്നു വീഴുന്നു എന്നുള്ള ഒരു പ്രയോഗത്തിലേക്ക് നമ്മൾ അറിയാതെ വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് പെന്തക്കോസ്തിന്റെ അപജയത്തിന് സംഭവിച്ചിരിക്കുന്ന പാരമ്പര്യവാദം. സ്തോത്രം. കൃപായുഗ രക്ഷ എന്ന് പറയുന്നത് തനി വ്യക്തിപരമാണ്. സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ എന്ന് വെച്ചാൽ ഈ രക്ഷ തനി വ്യക്തിപരമാണ്.
സ്തോത്രം. ഒരാൾ രക്ഷയിലേക്ക് വരുന്നത് മുഖാന്തരം പെന്തക്കോസുകാരായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചത് കൊണ്ട് മുഖാന്തരമാകാം, സൺഡേ സ്കൂളിന് വന്നത് മുഖാന്തരമാകാം, ട്രാക്റ്റ് വായിച്ചത് മുഖാന്തരമാണ്, മീഡിയയിലൂടെ പ്രസംഗം കേട്ടത് മുഖാന്തരമാണ്, ബൈബിൾ വായിച്ചത് മുഖാന്തരമാണ്. ഇതൊക്കെ മുഖാന്തരങ്ങൾ ഒരുക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. രക്ഷ നമുക്ക് കൈമാറാൻ കഴിയില്ല, രക്ഷയുടെ സന്ദേശം കൈമാറാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-4 കൊടുത്തിരിക്കുന്ന ഒരു വാക്ക്, ലോക സ്ഥാപനത്തിന് മുന്നമേയുള്ള തിരഞ്ഞെടുപ്പ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് ലോകസ്ഥാപനത്തിന് മുന്നമേയുള്ള തിരഞ്ഞെടുപ്പാണ്. റോമാലേഖനം 8 പഠിപ്പിക്കുന്നു, മുൻ നിയമിച്ചവരെ എന്ത് ചെയ്തു? വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിക്കുമെന്നാൽ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന പ്രയോഗമാണ്. അതുകൊണ്ട് ആ വാക്യത്തിൽ ഇങ്ങനെ മുൻ നിയമനമുള്ളവർ. അപ്പൊ 2 പ്രയോഗങ്ങൾ. ലോക സ്ഥാപനത്തിന് മുന്നമേ ഉള്ള തിരഞ്ഞെടുപ്പിന്റെ ലിസ്റ്റിനകത്ത് പെട്ടവനെ രക്ഷ എന്ന ദാനം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 1 കൊടുത്തിരിക്കുന്ന വാക്ക്, സ്തോത്രം, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കേണ്ടതിന് ബലഹീനമായതിനെ, കുലഹീനമായതിനെ, ഏതുമില്ലാത്തതിനെ ദൈവം തെരഞ്ഞെടുത്തു, ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ആള് നശിച്ചു പോകലേ, ആളെ, അതൊക്കെ നമ്മുടെ ആഗ്രഹം വെച്ച് പ്രാർത്ഥിക്കാം. എന്നാൽ ലോക സ്ഥാപനത്തിന് മുന്നമേയുള്ള മുൻ നിയമനത്തിന്റെ ലിസ്റ്റിനകത്ത് പെടാത്ത ഒരാളെ നമുക്കാർക്ക് ഉന്തിക്കയറ്റാൻ കഴിയില്ല പ്രിയരെ. സ്തോത്രം. ഇതാണ് നമ്മുടെ സോറ്റീരിയോളജി. എന്നാൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അവന്റെ രക്ഷ എങ്ങനെയാണ്? ആമേൻ, ജാതിപരമായ രക്ഷയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സക്കായിയോട് പറഞ്ഞത്, ആമേൻ, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീടിന് രക്ഷ വന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം, യാക്കോബിന്റെ കഷ്ടകാലത്തിന്റെ സമാപനത്തിൽ, അവൻ യോസേപ്പ് സ്വന്തം സഹോദരന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയതുപോലെ എൻ്റെ യേശു, ഹല്ലേലൂയ, അവൻ തന്റെ ജനത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്ന സമയത്തിൽ, ഏദോമിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവനാർ, വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവനാർ, അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. എൻ്റെ യേശു ആ വരുന്ന രംഗമെന്ന് കാണണം. അന്നേരം സക്കറിയ പ്രവാചകൻ പ്രവചിച്ചു വെച്ച വാക്ക് നിവർത്തിയാകും. എങ്ങനെയാണ് അങ്ങയുടെ കയ്യിൽ ഈ മുറിവേറ്റത് എന്ന് ചോദിക്കുമ്പോൾ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് സംഭവിച്ച മുറിവാണിത്. അങ്ങനെ അവർ കുത്യവെങ്കിലേക്ക് നോക്കി മടങ്ങി വരും. ഒരു ജാതി ഒരു ദിവസം കൊണ്ട് ജനിക്കുകയാണ്. വല്ലതും മനസ്സിലാകുന്നോ പ്രിയരെ? ഇസ്രയേലിന്റെ രക്ഷ ജാതിപരമായി അങ്ങനെ കിട്ടും, നമ്മുടെ രക്ഷ വ്യക്തിപരമായതാണ്. ഇത് രണ്ടും കൂടെ കുത്തിക്കുഴച്ച് നമ്മുടെ അമ്മമാർ അവിയലാക്കുന്നത് പോലെ അവിയലാക്കിയാൽ നമ്മളാകെ കുഴയും. സ്തോത്രം, ഹല്ലേലൂയ. ഏത് സൊസൈറ്റി ആയാലും പാർട്ടി ആയാലും ഏത് സംഘങ്ങളായാലും, ഒത്തിരി സംഘങ്ങളില്ലേ നമ്മുടെ കേരളത്തിൽ, ഒത്തിരി സംഘങ്ങളുണ്ട്, ഒത്തിരി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവർക്കെല്ലാം ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ഇല്ലേ? കമ്മ്യൂണിസ്റ്റിന്റെ പ്രത്യയശാസ്ത്രമല്ല BJPയുടെ പ്രത്യയശാസ്ത്രം, BJPയുടെ പ്രത്യയശാസ്ത്രമല്ല കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം, കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രമല്ല വേറെ പാർട്ടിയുടെ. ഇതൊക്കെ പ്രത്യയശാസ്ത്രം വ്യത്യാസമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് അറിയാത്ത ധാരാളം പേർ പെന്തക്കോസിനകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. എന്ന് വെച്ചാൽ ബസിന്റെ ബോർഡ് വായിക്കാതെ തിരുവനന്തപുരത്തേക്കാന്ന് ധരിച്ചുകൊണ്ട് പാലക്കാട്ടേക്കുള്ള ബസ്സേ കയറിയിരിക്കുക. സ്തോത്രം. പ്രിയരെ, നമ്മുടെ ഉപദേശങ്ങൾ, നമ്മുടെ ഈ വീടിന് നമുക്ക് നമ്മുടെ എല്ലാം പറമ്പിന് അതിരുണ്ട്. പണ്ട് ഈ അതിർത്തിക്ക് ഒരു അതിർത്തിക്കല്ലുണ്ട്, സർവേ കല്ലെന്നൊക്കെ പറയും. ചില കല്ലൊക്കെ മണ്ണ് വീടി അങ്ങ് മൂടി. എന്നാൽ ഈ കല്ല് തെളിച്ചിടേണ്ടതാണ്. അതിർത്തിയൊക്കെ എന്ത് ചെയ്യേണ്ടതാണ്? ഇതുപോലെ ഉപദേശത്തിന് അതിരുണ്ട്.
അത് മണ്ണിട്ട് മൂടരുത്. അതെന്ത് ചെയ്യണം? തെളിച്ചിടണം. ഇന്ന് ഞാൻ ഈ വിഷയത്തിലെ ഒരു പ്രധാന ഭാഗം, ഒന്ന്, തൻ്റെ ജനത്തെ ദൈവം എങ്ങനെ ആദരിച്ചു. ആമേൻ. അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള പൊതുവിലുള്ള രക്ഷ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ? ഇതെല്ലാം പ്രയോഗങ്ങൾ, ബൈബിൾ പ്രയോഗങ്ങളാണ്. യൂദയുടെ ലേഖനത്തിലൊക്കെ പ്രയോഗമാണ് എടുത്തത്. ഈ രക്ഷ, ആ പൊതുവിലുള്ള രക്ഷ എന്നുള്ളതിൻ്റെ അവൻ രക്ഷാതത്വശാസ്ത്ര വീക്ഷണ പ്രയോഗമാണ് സാർവത്രിക രക്ഷ. സാർവത്രിക രക്ഷയ്ക്കകത്ത് പണ്ഡിതത്വ പാമര കുചേല കുബേര കുലീന വിദ്യാസമ്പന്ന നിരക്ഷര കുക്ഷിഭേദമന്യ അക്ഷേനായ ദൈവം ഇക്ഷിതിയിലെ കുക്ഷികളെ നിക്ഷിപ്തമാക്കിയ ആമേൻ ആ വലിയ മഹത്വകരമായ രക്ഷ അവർണ്ണനീയമായ രക്ഷയാണ്. സ്തോത്രം, സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടോന്ന് ആളുകളോട് ചോദിക്കാറില്ല. നമ്മൾ ചോദിക്കുന്ന കാര്യം, നീ മറുഭാഷ പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. മറുഭാഷ പറയുന്നു എന്ന് ചോദിക്കണം. ഒന്നാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് 3-ാം ക്ലാസ്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് എന്ത് ചെയ്തു? ദിനം പ്രതി. അപ്പം രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ഏത് സഭയോട്? അപ്പോസ്തോലിയും കാതോലിയും സ്ലഗീയവുമായിരിക്കുന്ന എക്ലീഷിയായോട്, സാർവത്രിക സഭയോട് രക്ഷിക്കപ്പെടുന്നവരെ എന്ത് ചെയ്തു? കർത്താവ് ദിനം പ്രതി ചേർത്ത് കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ കാര്യപരിപാടിയാണ്. ഇത്ര വലിയ രക്ഷ ദൈവം എനിക്ക് നൽകി എന്നെ ആദരിച്ചതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഇത്ര വലിയ രക്ഷ കർത്താവ് നൽകി എന്നെ ആദരിച്ചു. ഈ രക്ഷ നൽകി ദൈവം ആദരിച്ചു എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ ഒറ്റ വാക്കും കൂടെ കയറ്റി പറയേണ്ടതായിട്ടുണ്ട്. നമുക്ക് നേരിടേണ്ടതായിരുന്ന ശിക്ഷയുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കണം. ശിക്ഷയുടെ വലിപ്പം എന്താണ്? അത് കാണണമെങ്കിൽ വെളിപ്പാട് പുസ്തകം അവസാന 20-ാമത്തെ അവസാന വാക്യത്തിലേക്ക് വരണം. അവൻ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ, പൊയ്കാസമം തടാകം, അതിൽ തള്ളിയിടും. തീ തടാകത്തിൽ തള്ളിയിടും. അവിടേക്ക് പോയിക്കൊണ്ടിരുന്നവനായ എന്നെ, ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ, അവൻ ആ ശിക്ഷയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നുമുള്ള വിടുതലായ രക്ഷ എനിക്ക് കൃപയാൽ നൽകിയത് കൊണ്ട് ദൈവം അങ്ങനെ എന്നെ ആദരിച്ചെന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ രക്ഷപ്പെട്ട്, ഒന്നും കൂടെ പറയാം, രക്ഷിക്കപ്പെട്ട്. പാപി രക്ഷിക്കപ്പെടുമ്പോൾ അനുതാപം, മാനസാന്തരം, വിശ്വാസം, പ്രത്യാശ, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, പുതിയ ജീവൻ, പുതിയ ജീവിതം, പുതിയ മനുഷ്യൻ, പുതിയ സൃഷ്ടി, പുതിയ ആത്മാവ്, അങ്ങനെ തുടങ്ങിയ 32 കൂട്ടം കാര്യങ്ങൾ, പുത്രത്വം, പുത്ര സ്വീകരണം, അങ്ങനെ 32 കൂട്ടം കാര്യങ്ങൾ ആത്മരക്ഷ ഒരാൾക്കകത്ത് സംഭവിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷിതാവും കർത്താവുമായി ഒരാൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ആ നിമിഷ നേരം കൊണ്ട് അവന് സംഭവിക്കുകയാണ്. ഇതെല്ലാം റഫറൻസ് സഹിതമുണ്ട്. അങ്ങനെയെങ്കിൽ അതെല്ലാം എണ്ണി ഞാൻ ഒരിക്കലും ധ്യാനിച്ചപ്പോൾ ഉണ്ടല്ലോ, രക്ഷിക്കപ്പെട്ടപ്പോൾ ഇതൊക്കെ എണ്ണി നടന്നോ എന്ന് നോക്കിയപ്പോൾ അവൻ കൂടുതൽ വിശ്വാസത്തോടെ വീര്യം ചേർക്കപ്പെട്ടു. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ മഹത്വം കരയട്ടെ.